ദേശീയ ഗീതമായ വന്ദേ മാതരം ഒഴിവാക്കിയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കടുപ്പിച്ചും തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം. സംസ്ഥാനത്ത് ദ്വിഭാഷാ നയം തുടരുമെന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കുമെന്ന് നയപ്രഖ്യാപനത്തിൽ ആഹ്വാനം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ അണക്കെട്ട് ആവശ്യപ്പെട്ട കേരള സർക്കാരിനെയും വിജയ് സർക്കാർ വിമർശിച്ചു. അതേസമയം സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി വിജയ് മൗനം വെടിയണമെന്നാവശ്യപ്പെട്ട് DMK അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഗവർണറുടെ ശാഠ്യത്തിന് വഴങ്ങാതെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമായ തമിഴ് തായ്വാഴ്ത്ത് ആലപിച്ചുകൊണ്ടായിരുന്നു വിജയ് സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് ദേശീയഗാനം ആലപിച്ചെങ്കിലും വന്ദേമാതരം പൂർണ്ണമായും ഒഴിവാക്കി. എന്നാൽ സർക്കാർ നടപടിയിൽ ഇത്തവണ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറിന് അതൃപ്തിയുണ്ടായില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നയപ്രഖ്യാപനം ഗവർണർ വായിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പ്രമേയം പാസാക്കും. ദ്വിഭാഷാ നയം തമിഴ്നാട്ടിൽ തുടരും. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കുമെന്നും സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രകാരം തമിഴ്നാടിന് നൽകാനുള്ള 3458 കോടി ഫണ്ട് അനുവദിക്കുമെന്നും സർക്കാർ നയപ്രഖ്യാപനത്തിൽ ആവശ്യപ്പെട്ടു. കേരള തമിഴ്നാട് ബന്ധത്തിൽ ഏറെ നിർണായകമായ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുൻ സർക്കാരുകളുടെ കടുത്ത നിലപാട് വിജയ് സർക്കാരും തുടരും. പ്രദേശത്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമങ്ങളെ തടയുമെന്നും നിലവിലെ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ജലനിരപ്പ് കൂട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും നയപ്രഖ്യാപനം. ഇതിനിടെ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നാവശ്യപ്പെട്ട് DMK നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.